വടക്കഞ്ചേരിയിൽ കിടപ്പുരോഗിയായ വീട്ടമ്മയെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കിടപ്പുരോഗിയായ പുളിമ്പറമ്പ് വിശാലത്തിൽ തെരുവുനായ കടിച്ചത്. ഇന്നലെ വൈകുന്നേരം ഒരു പേപ്പട്ടി ഇറങ്ങുകയും വടക്കഞ്ചേരിയിലെ 14-ാം വാർഡ് ഗ്രാമത്തിൻ്റെ പരിസര ഭാഗത്ത് കുറേ ആളുകളെ കഴിക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതി ഉണ്ടാവുകയും ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ മൃഗാശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർ അടക്കം ഉള്ള സ്റ്റാഫും അവിടെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കടിച്ച് അറ്റാക്ക് ചെയ്ത ശേഷം പട്ടി ചത്ത് കിടക്കുന്ന നിലയിലാണ് കണ്ടത്. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ ഇന്നലെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് തലച്ചോറിനകത്തു നിന്നും നിഗ്രി ബോഡീസ് എന്ന് പറയുന്ന പേവിഷം നിർണയത്തിന് ഉള്ള നിഗ്രി ബോഡീസ് എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിക്കുകയും പേവിഷബാധയായിരുന്നു ആ പട്ടിയുടെ മരണ കാരണമെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, അന്ന് തന്നെ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നിരുന്നു. പിന്നീടാണ് ഈ പരിശോധന നടത്തിയത്. പരിശോധനയിൽ നിന്ന് എന്താണ് വ്യക്തമാവുന്നത്? ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? ധന്യ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കിടപ്പുരോഗിയായ വിശാലം എന്ന 55-കാരിയെ വീട്ടിൽ കയറി നായ കടിച്ചത്. വീട്ടിന്റെ ചായ്പിൽ കിടക്കുന്ന സമയത്താണ് ഇവരെ നായ കടിച്ചത്. മറ്റാളുകൾക്ക് നേരെയും നായ കുരച്ച് ചാടിയിരുന്നു. നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഇപ്പോൾ ഈ പേവിഷബാധ നായ്ക്കുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മൃഗ സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമീപത്തെ വീട്ടിലെ ഒരു പശുക്കുട്ടിക്ക് ഈ പേവിഷബാധയുടെ ലക്ഷണങ്ങളുണ്ട്. ഇത് വലിയ തോതിൽ ഈ ചാടുകയും മറ്റും ഈ പേവിഷബാധ ഏറ്റാലുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഈ പശുക്കുട്ടിയെയും നിരീക്ഷിച്ച് വരികയാണ്. ഇതിന് മുൻപും ഈ ഭാഗത്ത് ഈ രീതിയിൽ പേവിഷബാധ ഉള്ള ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എന്തായാലും ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ പരിക്കേറ്റ വിശാലത്തിന് ഈ കൈക്ക് ഗുരുതരമായ പരിക്കാണ് നായയുടെ കടിയിൽ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണ്. ശരി സാജിദ്.